പലതും വിശ്വസിക്കുന്നത്. അതിനേക്കാൾ ഉയർന്ന ഒരു റീസണിങ് ഉണ്ട് എന്ന് വരുമ്പോൾ ഇതെല്ലാം അങ്ങ് അടങ്ങും. ഇതെല്ലാം അടങ്ങുമ്പോൾ പുരുഷൻ്റെ തഥാരൂപം ബോധ്യമാവും. ഒരു റീസണിങ്ങിൽ നമ്മൾ വിശ്വസിക്കുന്നു, ബാക്കി റീസണിങ് ഒന്നും നമ്മൾ സ്വീകരിക്കുന്നില്ല. അപ്പോൾ അതിനെ നിഷേധിക്കുന്ന മറ്റൊരു റീസണിങ്ങുമുണ്ട് എന്ന് വരുന്നതായാൽ ഇതെല്ലാം കൽപ്പിതമാണ് എന്നുള്ളത് ബോധ്യമാവും. എന്തുപറ്റി? സുഹൃത്തിനെ കണ്ടില്ലല്ലോ, സുഹൃത്തിനെ കണ്ടില്ലല്ലോ. തുടങ്ങിയേക്കാം. അപ്പൊ രണ്ടാമത്തെ വികല്പത്തെ വിചാരം ചെയ്യുമ്പോൾ പ്രമാണജ്ഞാനം, പ്രമാണാത്മകജ്ഞാനം, പ്രമാവൃത്തി, വിപര്യാത്മകജ്ഞാനം, അപ്രമാവൃത്തി, രണ്ടിൻ്റെയും ഗോചരത. മുത്തില് ശുക്തിയില് രജതം. അപ്പൊ ശുക്തിയിൽ ഉണ്ടാവുമ്പോഴും ശുക്തിയുടെ സ്വരൂപത്തിൻ്റെ ആവിർഭാവവും തിരോഭാവവുമില്ല. ശുക്തിയിലുണ്ടാകുന്ന ഇതം രജതം, ഇത് വെള്ളിയാണ്, ഇത്യാകാരകമായ രജതഭ്രാന്തിയുടെ സമയത്ത് ശുക്തിയുടെ അഭാവം ഇല്ല. പിന്നീട് അതേ സമയം തന്നെ രജതത്തിൻ്റെ ഉൽപ്പത്തിയുമില്ല. അത് ശുക്തി തന്നെയാണ്. കടൽ തീരത്തൂടെ നടക്കുമ്പോൾ മുത്ത് കണ്ടു, വെള്ളിയാണെന്നോർത്ത് ഓടിച്ചെന്നെടുത്തു. ആ വെള്ളിയാണെന്നുള്ള ഭ്രമം ഉണ്ടായപ്പോൾ മുത്തിൽ വെള്ളി ഉണ്ടായില്ല. മുത്തിലുണ്ടായിരുന്ന മുത്ത് മറഞ്ഞുമില്ല. മുത്തിൻ്റെ തിരോഭാവവുമില്ല, രജതത്തിൻ്റെ ആവിർഭാവവുമില്ല. ഇതിനെയാണ് വിപര്യജ്ഞാനം എന്ന് പറയുന്നത്. ഈ വിപര്യജ്ഞാനം കൊണ്ടാണ് ഭ്രമങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതാ മുമ്പ് ഉറുമ്പ് കടിച്ച കഥയും പറഞ്ഞ് മനസ്സിലായില്ല. പുരുഷന് മാറ്റമില്ല ആ സമയത്തൊന്നും. അതേ പുരുഷനാണ് എല്ലാത്തിലും ഇരിക്കുന്നത്. ഇതാണ് സത്യം. അതുപോലെ നേദം രജതം, ഇത് രജതമല്ല. ഈ തരത്തിലുള്ള ഭ്രാന്തിനാശം വരുമ്പോൾ ഭ്രാന്തി നഷ്ടപ്പെട്ടു. പ്രമാണവൃത്തി വഴി അവ പ്രത്യക്ഷമായി കണ്ടു, ഇത് മുത്താണ്, രജതമല്ല. വീണ്ടും ശുക്തിയുടെ അഭാവവും ഉണ്ടാകുന്നില്ല.
അതാണ് ഇതിൻ്റെ രസം. ഇത് പ്രമാണജ്ഞാനത്തിന് ഉദാഹരണമാണ്. ശബ്ദാന്തരത്തിൽ പ്രമയും അപ്രമയുമാകുന്ന വൃത്തികൾ വഴി വസ്തുവിൻ്റെ അന്തരം എന്ന് പറഞ്ഞാൽ വസ്തുവിൻ്റെ ക്ഷയം, വസ്തുവിൻ്റെ ഉദയം, വസ്തു ഉണ്ടാകുന്നതും ഇല്ലാതാകുന്നതും രണ്ടും സംഭവിക്കുന്നില്ല. സർപ്പത്തിലുണ്ടാകുന്ന രജ്ജുജ്ഞാനം കൊണ്ട് സർപ്പത്തിൻ്റെ ദംശനക്രിയ സമാപ്തമായിട്ട് സർപ്പത്തിൻ്റെ പകരം രജ്ജുവിൻ്റെ ഗതിശൂന്യത സംഭവിക്കുന്നില്ല. പാമ്പ് അവിടെ കിടക്കുന്നു, ഭ്രമം കൊണ്ട് കയറാണെന്ന് ഓർത്തു, നേരെ തിരിച്ച് ഓടിച്ചെന്നെടുത്താൽ അത് കയറായിട്ട് ഗതിശൂന്യമല്ലാതിരുന്ന് കടിക്കാതിരിക്കുകയില്ല. മനസ്സിലായില്ല? കടിക്കും. ഞാൻ കയറാണെന്ന ഓർത്തല്ലേ എടുത്ത് എന്തിനാ കടിച്ചേ എന്ന് സർപ്പത്തോട് ചോദിക്കാൻ പറ്റുകയില്ല. മനസ്സിലായില്ല? അതുപോലെ എന്നാൽ മനുഷ്യൻ തദ്രൂപ വസ്തുവിൻ്റെയും കൂടി അതദ്രൂപം, തത് അല്ലാത്ത രൂപം കൊണ്ട് മനസ്സിലാക്കുന്നു. കയറിൽ പാമ്പിനെ കണ്ട് ഭയക്കുന്നത് ഉദാഹരണം. നേരെ തിരിച്ച്, അതായത് തത് ആകാരത്തെ അത് ആകാരത്തെ രണ്ടെണ്ണമാണ്. തദ്രൂപ വസ്തുവിൻ്റെയും കൂടി അതദ്രൂപം കൊണ്ട് മനസ്സിലാക്കുന്നു. കയറിൽ പാമ്പിനെ കണ്ടിട്ട് ഭയമുണ്ടാക്കുന്നു. ശുക്തിയിൽ രജതത്തെ കാണുന്നു. ഇതൊക്കെ അജ്ഞാനത്തിൻ്റെ ദുഷ്പരിണാമമാണ്. അതുപോലെ ചിതിശക്തി രൂപ പുരുഷനും സർവദാ അഖണ്ഡവും ഏകരസവുമാണ്. എന്നാൽ വ്യുത്ഥാനകാലത്ത് ചിതിശക്തിയുടെ സ്വരൂപത്തിൽ പ്രതിഷ്ഠിതം എങ്കിലും പ്രതിപത്തി അവിദ്യയാൽ ചിതിശക്തിയെ അപ്രതിഷ്ഠാരൂപത്തിൽ അറിയുന്നു, ബോധാരൂപത്തിൽ അറിയുന്നു. ചിതിശക്തിയെ ഞാൻ അറിയുന്നവനാണെന്ന് അറിയുന്നു. ഇതാണ് രണ്ടും തമ്മിലുള്ള അന്തരം. നിരുദ്ധാവസ്ഥയും വ്യുത്ഥാനാവസ്ഥയും തമ്മിലുള്ള അന്തരം ഇതാണ്. വസ്തുവിനെ വ്യുത്ഥാനദശയിൽ വസ്തുവിനെ അറിയുമ്പോൾ ബോധാരൂപത്തിൽ ബുദ്ധി പ്രവർത്തിക്കുന്നു. അതാണ് രണ്ടും തമ്മിലുള്ള അന്തരം. ഇപ്രകാരം ചിത്തത്തിൻ്റെ വ്യുത്ഥാനവും നിരോധവും രണ്ടവസ്ഥകളിലും ചിതിശക്തിയുടെ സ്വരൂപപ്രതിഷ്ഠയുണ്ടായിട്ടും അവയിൽ അന്തരം ഉണ്ടാവും. അത് ചിതിശക്തിക്ക് പരിണാമം വന്നിട്ടല്ല. ഇതാണ് രണ്ടാമത്തെ ആക്ഷേപത്തിന് ഉള്ള ഉത്തരം. ഭാഷ്യത്തിൽ പ്രയുക്തമായ വ്യുത്ഥാന ശബ്ദത്തിൻ്റെ സാപേക്ഷികാർത്ഥത്തിൻ്റെ പുനസ്മരണം വരുത്തിക്കൊണ്ട് വാചസ്പതി മിശ്രൻ തൃതീയ സൂത്രത്തിൽ
വൈയാസിക ഭാഷ്യവ്യാഖ്യാനം സമാപിപ്പിച്ചുകൊണ്ട് പറയുന്നു. സമ്പ്രജ്ഞാതത്തിൻ്റെ ദൃഷ്ടിയിൽ വിക്ഷിപ്താദി അവസ്ഥകളാവട്ടെ വ്യുത്ഥാനരൂപം തന്നെയാണ്. നിരോധ സമാധിയുടെ ദൃഷ്ടിയിൽ സമ്പ്രജ്ഞാത സമാധി തന്നെയും വ്യുത്ഥാനാത്മകം തന്നെയാണ്. സമ്പ്രജ്ഞാത സമാധിയും വ്യുത്ഥാനാത്മകമാണ്. അസംപ്രജ്ഞാതം മാത്രമാണ് നിരോധം. മൂന്നാമത്തെ സൂത്രമല്ലേ നമ്മളിപ്പോൾ എടുത്തേ? അതിലെ തത്വവൈശാരദി അവസാനിച്ചു. യോഗവാർത്തികവും ഒന്ന് ഓടിച്ചു നോക്കാം. അങ്ങനെയാണല്ലോ നമ്മൾ പോരുന്നത്. അതുകൊണ്ട് പഠനം ബൗദ്ധികമായെങ്കിലും രസമുണ്ടോ? എണ്ണം കുറേ കൂടെ കുറയും. അങ്ങനെ പറയുന്നല്ലേ എൻ്റെ. കാരണം ഇത് ഒരുപാട് നേരം നിങ്ങൾക്ക് ഇങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ കുഴപ്പം. അത് നിങ്ങൾക്ക് ശീലമില്ലാത്തതുകൊണ്ടാണ്, അല്ലാതെ നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല. കാരണം വല്ലതും മനസ്സിലാകുന്നെങ്കിൽ എളുപ്പം മനസ്സിലാകുന്ന വല്ലതൊക്കെ മനസ്സിലായാൽ മതി. അത് കുറച്ച് കഞ്ഞിയും കപ്പയൊക്കെ കഴിക്കാൻ ഇതൊക്കെ പഠിക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? ആ തരത്തിലേക്ക് നമ്മളുടെ രീതികൾ വികസിച്ചു വന്ന ഒരു കാലഘട്ടമുണ്ട്. മസിൽ പിടിച്ച് പിന്നെ ഇത് പഠിക്കണം എന്ന് വിചാരിച്ച് കുറച്ച് പേരങ്ങ് ഇരിക്കുകയാണ് ചെയ്യുന്നത്. അത് കുറച്ചു നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു പിരിമുറുക്കം തോന്നും. അന്നേരം പതുക്കെ ഇത് നിർത്തും. പിന്നെ വീണ്ടും ഇടയ്ക്കെന്ന് തോന്നും അങ്ങനെ നിർത്താൻ പറ്റുമെന്ന്. അന്നേരം വീണ്ടും ഒന്ന് തുടങ്ങും. വീണ്ടും ഇതൊന്ന് നിർത്തും. ഇതിൻ്റെ പഠനത്തിൽ വരുന്നൊരു പ്രത്യേകതയാണ്. അതൊക്കെ അതെ, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ എന്ത് അത്ഭുതകരമായ അറിവാണെങ്കിലും ഇതിൽ പ്രതീക്ഷ മാത്രമാണ് ഉള്ളത്. കാരണം അറിയാൻ മേലാത്തിടത്തോളം കാലം മറ്റുള്ള കാര്യങ്ങളിൽ ലോകസമ്മതമാണ്, പ്രയോജനമില്ലെങ്കിലും. മനസ്സിലായില്ല? സദാ ടെൻഷനാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെങ്കിലും ആ ടെൻഷൻ്റെ ഒരു സുഖമുണ്ട്. അതുകൊണ്ടാണ് കുണ്ടാമാണ്ടികളൊക്കെ മനുഷ്യന് ഇഷ്ടമാകുന്നത്. കക്കുന്ന ഒരുത്തനോട് പോയി ചോദിച്ചാൽ എന്താണ് പ്രയോജനം എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. 10 കോടിക്കുള്ളത് കട്ടു, നിർത്തി സുഖമായി ജീവിക്കാം. 3.5 കോടി ചിട്ടി അടിക്കാനുള്ള 3.5 കോടി ചിട്ടി അടയ്ക്കാനുള്ള കക്കലാണ് ഇപ്പോ. അങ്ങനല്ലേ ഇപ്പൊ പിടിച്ചേ? അതിന്റെ കാരണം അതാണ്. എന്താണ് നമുക്കിത് ഇത് കൊണ്ടുള്ള പ്രയോജനം? ഒരു പ്രയോജനമില്ല. എന്തിനാ നിങ്ങൾ കളവ് പറഞ്ഞേ? അങ്ങനെയൊക്കെ ആണെങ്കിലും ഞാനും നിങ്ങളും അങ്ങനെ തന്നെയാണ്. ഇത് വേറെ വല്ലവരുടെയും കാര്യം എടുത്തു വെച്ച് അപഗ്രഥിച്ചാൽ ഞാനും നിങ്ങളും വാശിയോടുകൂടി ഇതൊക്കെ പറയും. അപ്പം അതാണ് അതിൻ്റെ പ്രത്യേകത. ഇതാണ്. മറിച്ച് ഇതാകുമ്പോൾ നമ്മൾ വലിഞ്ഞു മുറുകി നിൽക്കണം കുറച്ച് നാളത്തേക്ക്. ഇതിൻ്റെ ഒരു ശീലം ഒന്ന് വരുന്നവരെ അത്രയും പിടിച്ച് നിൽക്കുകയില്ല. അത്രയും നിങ്ങൾ പിടിച്ച് നിൽക്കുകയില്ല എന്നുള്ളത്
അറിയാവുന്നത് കൊണ്ടും പിടിച്ചു നിൽക്കാതെ വിട്ട് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടാണെന്ന് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുമാണ് ഇങ്ങനെ തന്നെ എടുക്കണമെന്ന് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ വാശിയിൽ പറയും ഇങ്ങനെ തന്നെ വേണം, കാരണം ആ ടോണിലാണ് ചോദിക്കുന്നത്. അപ്പോൾ വിടാൻ പറ്റില്ല. പിന്നെ ഇത് പറയുന്ന ആളുകളെ പിന്നെ ഞാൻ അന്വേഷിച്ചു പോകേണ്ടി വരും. പിന്നെ ഇടയ്ക്ക് ചിലപ്പോൾ വരും. അപ്പോൾ നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാകും. കാരണം വെച്ചാൽ മുരളി വിജയനെയും ഭാര്യയും അയൽവക്കംകാരെയും കൂട്ടി വരും. ഒടുവിൽ അവർ പോയിടത്തെങ്ങും ഇതില്ലാവും. പിന്നെ മുരളിക്ക് ബുദ്ധിമുട്ടാവും. ഇങ്ങനെയാണ് നിങ്ങൾ ഓരോരുത്തരും വിഷമിക്കുന്നത്. അതിൻ്റെ കാരണം ഇതാണ്, വലിഞ്ഞിരിക്കണം കുറച്ച് നാളത്തേക്കെങ്കിലും. പക്ഷെ അത് വീണ് കിട്ടിയാൽ രക്ഷപ്പെട്ടു. അത് വളരെ കുറച്ച് ആളുകൾക്കേ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ സ്വാമിമാർ ഒരു ക്ലാസ്സും കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ ഇഷ്ടപ്പെടുന്നേ ഇല്ല. മനസ്സിലായില്ല? കണ്ടിന്യൂസ് ആയിട്ട് സബ്ജക്റ്റ് വൈസ് ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ നഷ്ടമാണ്. എല്ലാ തരത്തിലും വലിയ നഷ്ടമാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ റീസണിങ് പവർ ഉയർത്തി ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം അതിനനുസരിച്ച് നിയന്ത്രണ വിധേയമായി പോകും. അതാണ് ഒന്നാമത്തെ നഷ്ടം. മനസ്സിലായില്ല? കാരണം നിങ്ങൾ പിന്നെ കണ്ണിലെണ്ണ ഒഴിച്ച് നോക്കിയിരിക്കുകയല്ലേ. നിങ്ങളുടെ റീസണിങ് പവറല്ലേ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നഷ്ടമുള്ള ഒരു സാധനം വേറെ ഇല്ല. അപ്പോൾ ആത്മഹത്യാപരമായ പരിപാടിക്ക് പോകാതിരിക്കുകയല്ലേ നല്ലത് എന്ന് ഞങ്ങൾ ആലോചിക്കും. ഒന്നാമത്തെ നഷ്ടമാണ്. രണ്ടാമത്തെ നഷ്ടം, ആളുകൾ കൂടിയാലല്ലേ ഉള്ള കാശ് മുതലാവുള്ളൂ. 100 പേരോ 200 പേരോ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും 100 പേരോ 200 പേരോ ഇരിക്കുമ്പം മുരളിയുടെ കയ്യിലേക്ക് ഒരു 1000 രൂപയും കൊടുത്ത് ആദ്യം വന്ന് ഇതെല്ലാവരെയും കാണിച്ച് പാത്രത്തിലേക്ക് ഇട്ടിട്ട് പോയാൽ പിന്നെ വരുന്ന കുരങ്ങന്മാരെല്ലാം 100 രൂപ വെച്ച് 1000 രൂപ വെച്ച്. മനസ്സിലായില്ല? പക്ഷെ അതിനിടയ്ക്ക് ചില വില്ലന്മാരുണ്ട്. കാരണം വെച്ചാൽ അങ്ങനെ മുരളി കൊണ്ടിട്ടത് തന്നെ അനുകരിക്കാൻ എനിക്ക് സൗകര്യമില്ല. സ്വാമിക്ക് കൊടുക്കാൻ വിരോധമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം മുരളി എൻ്റെ അയൽവക്കംകാരനാണ്. അവൻ അങ്ങ് കേമനായി ആളുകളെ കൊണ്ടെല്ലാം 1000 വെച്ചിടിച്ചിരിക്കും. ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് വിജയൻ ഒരു 100 രൂപ എടുത്ത് പൊക്കി കാണിച്ചുകൊണ്ടെന്നാണിടും. പിന്നെ കുരങ്ങന്മാരെല്ലാം 100 രൂപ ഇടും. അപ്പം ഞാനിവിടെ ഇരുന്ന് നോക്കുമ്പോൾ പിന്നെ വരുന്നത് 100 അപ്പം ഞാൻ മുരളിയെ കണ്ണ് കാണിക്കും. മുരളി തീരുമാനിക്കും, ഓ വിജയേട്ടൻ പറ്റിച്ചു, കുഴപ്പമില്ല, ചെന്ന് ചേച്ചിയെ കാണും. ചേച്ചി ഇതൊന്നും കൊണ്ടുവന്നിട്ട് 1000 5000 കൊണ്ടുവന്ന് കെട്ടായിട്ടിടും. പിന്നെ 5000 ഇങ്ങ് വീഴാൻ. ഇങ്ങനെയാണ് ഇതിൻ്റെ അഭ്യാസം. ഇത് ആള് കൂടിയാലേ ഇത് പറ്റുള്ളൂ. എല്ലാം പരിചയക്കാർ 10 പേര് വന്നു കഴിഞ്ഞാൽ, കാരണം വെച്ചാൽ 1000 ഇട്ടാലും 10000 ഇട്ടാലും അനങ്ങിയല്ലാത്തവരായാൽ എന്തോ പ്രയോജനം. മാത്രമല്ല മുരളി കൊണ്ടിടുമ്പോൾ തന്നെ പരിചയക്കാരനാ പുസ്തകം പറയും, ഓ ഇത് സ്വാമി കൊടുക്കുന്ന ഞാൻ കണ്ടതാണ്. അതുകൊണ്ട് സ്ഥിരം ക്ലാസ് മോലാവില്ല. ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ചെല്ലുക, ഒരു വെടിക്കെട്ട് നടത്തുക, നിർത്തുക, അടുത്തടുത്തേക്ക് പോവുക. അതാകുമ്പോൾ ആരെയും പരിചയോധികം വരുന്നില്ല, ഉള്ളതൊക്കെ ഊറ്റി വാങ്ങിച്ച് പോവുകയും ചെയ്യാം. ആരും പഠിക്കാനും പോകുന്നില്ല. മനസ്സിലായില്ല?
അങ്ങനെ ആരും പഠിക്കാതിരിക്കുകയാണ്, റീസണിങ് പവറും വർദ്ധിക്കാതിരിക്കുകയാണെങ്കിൽ ഇതെന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരേ സാധനം തന്നെ മതി. ഒരു കൊല്ലത്തേക്ക് ഒരു പ്രഭാഷണം കാണാതെ പഠിച്ചാൽ മതി. മനസ്സിലായില്ല? പിന്നെ റൊട്ടേഷനിൽ അതേ സ്ഥാനത്ത് വരുമ്പോഴേ ചെറിയ മാറ്റം വരുത്തുള്ളൂ. അതും വേണമെന്നൊന്നുമില്ല. കാരണം കഴിഞ്ഞ കൊല്ലം കേട്ടതല്ലേ മറന്നുപോയിട്ടുണ്ടാവും. അതാണ് ഇതിൻ്റെ മെച്ചം. റീസണിങ് പവർ വർദ്ധിച്ചു കഴിഞ്ഞാൽ, പക്ഷെ അത് വർദ്ധിക്കാനിരിക്കുമ്പോൾ ഒരു മുറുക്കമുണ്ടാവും. ഒരു ശരിയായ പക്ഷേ അങ്ങനെ ഒരു ക്ലാസ് കേട്ടാൽ എന്നിട്ട് ഭാരതീയ ദർശനങ്ങളെ എടുത്ത് നിങ്ങൾ തന്നെത്താൻ വായിക്കുമ്പോൾ പോലും കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് തെളിയും. വായിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് വരും. മറ്റത് ഈ ക്ലാസ് കേൾക്കാൻ മാത്രമേ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ, വായിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. കാരണം പുസ്തകം എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതിൻ്റെ കാരണം വെച്ചാൽ അതിൻ്റെ ഭാഷ മനസ്സിലാവില്ല. മറ്റത് അതിൻ്റെ ഭാഷ മനസ്സിലാവും. അത് പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ, കഴിയുന്നത്ര ക്ലാസ്സുകൾ എവിടെ നടക്കുമ്പോഴും കേൾക്കണം, കഴിയുന്നത്ര ഗ്രന്ഥങ്ങൾ വായിക്കണം. ഇത് കിട്ടുമെങ്കിൽ ഇതിൻ്റെ ഓരോ ഗ്രന്ഥങ്ങൾ പലരുടെ വ്യാഖ്യാനങ്ങളുണ്ടാവും, മേടിച്ചു നോക്കണം. എന്നിട്ട് അതെല്ലാം എടുത്തിങ്ങനെ മറിച്ച് നോക്കണം. പഠിപ്പിക്കുന്നയാൾ മുമ്പ് വായിച്ചിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അദ്ദേഹം വായിച്ചിട്ടേ ഇല്ലെങ്കിൽ പോലും അതിനകത്ത് പലതും കാണും. കാരണം ആ ചിന്തകൾക്ക് സമാനതയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ഒരു ശീലം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്നതും അതുപോലെ തന്നെയാവും. അപ്പൊ കാണാതെ പഠിച്ച് പറയുന്നതല്ല എന്ന് മനസ്സിലാവും. അതുപോലെ തോന്നുന്ന ഒരവസ്ഥയിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ ഒരു പരമ്പരയിൽ നിങ്ങൾ പെടുകയാണ് പിന്നെ അറിവിൻ്റെ. അപ്പൊ കാര്യങ്ങളെ നിങ്ങൾ അപഗ്രഥിക്കുമ്പോഴെല്ലാം അതൊരു മാർഗരേഖയായി നിൽക്കും നിങ്ങളുടെ ബുദ്ധിയിൽ. അതാണ് ഇതിൻ്റെ മെച്ചം. യോഗവാർത്തികം. യോഗവാർത്തികകാരൻ ആരംഭിക്കുന്നത് ചിത്തവൃത്തി നിരോധിക്കുന്നതിൻ്റെ ഉദ്ദേശ്യമെന്ത്? എന്ന ജിജ്ഞാസ ഉണ്ടായിട്ട് യോഗ ലക്ഷണത്തിൻ്റെ പൂർത്തിക്കായിട്ട് പൂർവസൂത്രങ്ങളിലെ യോഗലക്ഷണത്തെ പരിഷ്കരിക്കുന്നതിനു വേണ്ടി പ്രസ്താവിച്ചിട്ടുള്ള യോഗത്തിൻ്റെ ഫലപ്രതിപാദകമായ സൂത്രങ്ങളെ ആത്മതത്വത്തിൻ്റെ കൂടസ്ഥത പ്രതിപാദിക്കുന്നതിന് ഭാഷ്യകാരൻ യഥേഷ്ടം ചോദ്യമായി ചൂണ്ടിക്കാട്ടുന്നു, പ്രശ്നപൂർവം ചൂണ്ടിക്കാട്ടുന്നു. തദവസ്ഥ ഇതി. എന്നിട്ട് അദ്ദേഹം ആ ശങ്ക ഉന്നയിക്കുന്നു. ചിത്തത്തിൻ്റെ അസംപ്രജ്ഞാതാവസ്ഥയിൽ ബുദ്ധിബോധാത്മ ബുദ്ധി വിഷയകജ്ഞാനം ഉള്ള ആൾ, ബുദ്ധിയിൽ അറിയുന്ന ബുദ്ധിയുടെ സാക്ഷി പുരുഷൻ എന്ത് സ്വഭാവമുള്ളതാണ്, അതായത് എന്ത് രൂപത്തിൽ അവസ്ഥിതമാണ്. അതിനായി പൂർവപക്ഷത്ത് 3 വികൽപ്പങ്ങൾ
പ്രസ്തുതമാണ്. വ്യുത്ഥാനാവസ്ഥയിൽ എന്ന പോലെ അസംപ്രജ്ഞാതത്തിലും പുരുഷൻ തൻ്റെ പ്രകാശാത്മകത, ജ്ഞാനാത്മകത രൂപത്തിൽ തന്നെ ആയിരിക്കുമോ? രണ്ട് അവസ്ഥയിലും ഒരുപോലെ ആയിരിക്കുമോ? നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത കാര്യം തന്നെയാണ്. കേവലം വൃത്യാഖ്യദൃശ്യത്തിൻ്റെ അഭാവം കാരണം ഘടം, പടം തുടങ്ങിയ വിഷയങ്ങൾ കാണാനാവുന്നില്ല. ഇത് പ്രഥമ വികല്പം. അസംപ്രജ്ഞാത കാലത്ത് പുരുഷൻ അപ്രകാശരൂപം, അതായത് അജ്ഞാനത്തിൽ ഇരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വ്യുത്ഥാനകാലത്തിലും നിമിത്തവിശേഷത്താൽ വൃത്തിരൂപത്താൽ പരിണതമാകുന്നു. വൃത്തി കൊണ്ട് പരിണതമാകുന്നു. ഇത് രണ്ടാമത്തെ വികല്പം. വൃത്തി നിരുദ്ധമായിട്ട്, വൃത്തിയില്ലാതായി പുരുഷൻ എണ്ണ തീർന്ന തിരി പോലെ പ്രകാശമില്ലാതാകുന്നു. ഇത് മൂന്നാമത്തെ വികല്പം. എണ്ണ തീർന്ന തിരി പോലെ, ആ ഉപമ ഓർത്തോണം, മറക്കരുത്. പ്രഥമ വികല്പത്തെ സൂത്രകാരൻ സിദ്ധാന്തിക്കുന്നു തദേതി. തദാ എന്ന് പറഞ്ഞാൽ അസംപ്രജ്ഞാത യോഗത്തിൽ, നിരുദ്ധാവസ്ഥയിൽ. ദ്രഷ്ടുഹു, അതായത് ചിതിശക്തി. ആ ചിതിശക്തി പുരുഷൻ, അതിൻ്റെ സ്വരൂപം തൻ്റെ നിർവിഷയക ചൈതന്യ രൂപത്തിൽ അവസ്ഥാനം എന്ന് പറഞ്ഞാൽ അവസ്ഥിതി ഉണ്ടാകുന്നു. യഥാതഥ രൂപത്തിൽ അവസ്ഥിതമാണ്. സ്ഫടികമണിക്ക് സമീപസ്ഥമായ ജപാകുസുമം മാറുമ്പോൾ സ്ഫടികത്തിൻ്റെ സ്വച്ഛരൂപം പ്രകടിതമാകുന്നതുപോലെ ചിത്തവൃത്തി അപായം, അതായത് നിരുദ്ധം ആകുമ്പോൾ പുരുഷന്റെ വൃത്തി പ്രതിബിംബരഹിതമായ സ്വന്തം ചിതിരൂപം, ജ്ഞാനാത്മക രൂപത്തിൽ അവസ്ഥിതിയുണ്ടാകുന്നു. ഇതടുത്ത സൂത്രത്തിൽ പറയും. പുരുഷന് സംസ്കാരശേഷ ശൂന്യ ബുദ്ധിയുടെ ഭാനം, അതായത് ജ്ഞാനം ഇല്ല. അതുകൊണ്ട് കൂടസ്ഥ അപരിണാമി പുരുഷചിത്തത്തിൻ്റെ വ്യുത്ഥാനദശയ്ക്ക് സമാനം അസംപ്രജ്ഞാത ദശയിലും കൂടി പ്രകാശസ്വരൂപം ജ്ഞാനാത്മക രൂപത്തിൽ തന്നെ ഇരിക്കുന്നു. അതുകൊണ്ട് യോഗലക്ഷണം തന്നെ പുരുഷന്റെ സ്വരൂപാവസ്ഥിതിയുടെ ഹേതുഭൂത വൃത്തി നിരോധരൂപം തന്നെയാണ്. പുരുഷൻ എന്നത് നിരോധരൂപത്തിലാണ് യോഗശാസ്ത്രപ്രകാരം കേവലമായി പ്രകടമാകുന്നത്. പുരുഷ സ്വരൂപാവസ്ഥിതി ഹേതുത്വം വൃത്തി നിരോധത്വമാണ്. ഇതാണ് സിദ്ധാന്തം. ഈ സ്ഥിതിയിൽ വൃത്യാത്മക ദുഃഖത്തിൻ്റെ നിവൃത്തിയെ പുരുഷാർത്ഥം എന്ന് പറയപ്പെടുന്നു. ഭാഷ്യകാരൻ പറഞ്ഞ പോലെ പുരുഷാർത്ഥം യഥാ കൈവല്യം ഈ ഭാഷ്യാംശം കൊണ്ട് പ്രകടിപ്പിച്ചിട്ടുണ്ട്. സൂത്രകാരൻ ഇത് 2:16 സൂത്രത്തിൽ പറയുന്നുമുണ്ട്. ഹേയം ദുഃഖമനാഗതം. 2 പറയുമ്പോൾ സാധനം 2:16 എൻ്റെ ഓർമ്മ, അല്ലേ? ഹേയം ദുഃഖമനാഗതം, വന്നിട്ടില്ലാത്ത ദുഃഖം. അനാഗതം ദുഃഖം,
അനാഗതം എന്ന് പറഞ്ഞാൽ ആഗതം വന്നത്, വരാത്ത ദുഃഖം, ത്യജിക്കപ്പെടേണ്ടതാണ്. വന്നിട്ടില്ലാത്ത ദുഃഖം ത്യജിക്കപ്പെടേണ്ടതാണ്. ആ, നമുക്കുള്ളതെല്ലാം വന്നിട്ടില്ലാത്ത ദുഃഖമാണ്. യോഗശാസ്ത്രത്തിൽ മനസ്സിനെ ഏറ്റവും പരിശീലിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണിത്. ഇത് കുട്ടിക്കാലത്ത് പഠിച്ചാൽ വലിയ പ്രയോജനമുള്ളതാണ്. വന്നിട്ടില്ലാത്ത ദുഃഖത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ചിന്ത പുരുഷനോട് ചേർന്ന് ബുദ്ധിക്ക് ജ്ഞാനം കൈവന്ന് ആ ദുഃഖത്തിൻ്റെ ചിന്ത ഉണ്ടായി കഴിയുമ്പോൾ അത് കോശങ്ങളിലേക്കെല്ലാം വ്യാപിക്കും. അത് നാം ഇടപെടുന്നിടത്തേക്കെല്ലാം വ്യാപിക്കും. മനസ്സ് ഏകമായതുകൊണ്ട്, വിശ്വമനസ്സ് ഏകമായതുകൊണ്ട് അതിലേക്കെല്ലാം വ്യാപിക്കും. ചുരുക്കത്തിൽ വരാൻ പോകുന്ന ഉപദ്രവങ്ങളെ മുൻകൂട്ടി ചിന്തിച്ച് പരിഹാരം തേടാനൊരുങ്ങുന്ന വിദ്യാഭ്യാസത്തിൽ നിന്നും മാത്രമാണ് ഇത്രയേറെ അപകടങ്ങളെല്ലാം ഉണ്ടാകുന്നത്. മനസ്സെന്നതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ലാത്ത ആളുകൾ ഭരിക്കുകയും ഭരിക്കുന്നതിന് പ്രേരകമായിത്തീരുന്ന ഔദ്യോഗിക സ്ഥാനങ്ങളെ മുഴുവൻ മനസ്സറിയ